മീനൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് മീനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുക. രാത്രി കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയത്. ദുബായ് എന്ന് പറഞ്ഞ ഇതാണ് കണ്ടോ. നമ്മുടെ കൃപേഷിന് സ്ട്രൈക്ക് കിട്ടിയത് ഇത് കണ്ടോ. നോക്ക് വച്ചാ പറയാ, ഇത് കണ്ടോ, സൂപ്പർ സാധനം. നമ്മളിപ്പം പൊടിച്ച നാടൻ കുരുമുളക്. ചൂണ്ടയിടാനായിട്ട് ജിദ്ദാഫിലാണ് വന്നത്. ജിദ്ദാഫ്. അപ്പം ഗൈസ് നമ്മൾ ഹുക്ക് സെറ്റ് ചെയ്യാൻ പോവാണ്. ഹുക്ക് നമ്മൾ 3 എണ്ണം ഉള്ള ഹുക്കാണ്, പക്ഷേ നമ്മളത് 2 എണ്ണം സെറ്റാക്കുന്നുണ്ട്. അതായത് നമ്മുടെ വേറെ എക്സ്ട്രാ ഹുക്കൊന്നുമില്ല. അകത്ത് വശം ഇപ്പം കല്ലിലുടക്കി എല്ലാം പോവുകയാണെങ്കിൽ എക്സ്ട്രായ്ക്ക് വേണ്ടി ഒരു ഹുക്ക് മാത്രം, അല്ല ഒരു ഹുക്ക് ആദ്യം ഇട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട്. ഫസ്റ്റ് കാസ്റ്റിംഗ് ആണ് നമ്മുടെ. എവിടെ പോയത്? ഇത് നമുക്കറിയാൻ പറ്റാം. ഫസ്റ്റ് സ്ട്രൈക്ക് ആയതുകൊണ്ട് മീനാണോ എന്താണെന്ന് അറിയില്ല. അത്ര ടൈറ്റൊന്നുമില്ല, ചെറിയ മീനുണ്ട്. ഫസ്റ്റ് സ്ട്രൈക്ക്. മീനിന്റെ പേരൊന്നും അറിയത്തില്ല എന്തുവാന്ന്, പക്ഷെ എന്തുവായാലും കൊള്ളാം. ഫൗൾ ഹുക്കാണ്, ഫൗൾ ഹുക്ക്. നമ്മുടെ ആദ്യത്തെ മീനാണ്. ഇതിൻ്റെ പേരും അറിയില്ല, ചെറിയ മീനാണ്, ഫൗൾ ഹുക്കുമാണ് സാധനം. കണ്ടോ, ഇതിൻ്റെ പേര് ഇനി ഇവിടെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. നിങ്ങൾക്ക് അറിയാം, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഫസ്റ്റ് മീനായതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഇടലിൽ തന്നെ അതുകൊണ്ടൊരു വിശ്വാസമുണ്ട്. വീണ്ടും നമുക്ക് ചൂണ്ടയിടാനൊരു ആത്മവിശ്വാസം വന്നുകൊണ്ടിരിക്കും. ഇതിനെ നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മീനൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് മീനെ തന്നെ നമ്മൾ റിലീസ് ചെയ്യുക. ഡാമേജ് ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ടത് ലൈഫ് കിട്ടും. ഇല്ല ഗൈസ്, കാസ്റ്റിംഗ് മാറി. ഇത്ര കുറേ നേരമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ട് ആൾ മാറിയിരിക്കുകയാണ്. നമ്മുടെ കൃപേഷ്മാനാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ചെറുപറ സ്ട്രൈക്ക് ഉണ്ട്, പക്ഷെ എല്ലാം ചെറിയ മീനാണ്. നമുക്ക് പിന്നെ എക്സ്പീരിയൻസിൻ്റെ കുറവ് കൊണ്ട് കിട്ടുന്നില്ല. ആദ്യം ഒരു അവത്തവശ ഫൗൾ ഹുക്ക് കയറിയതാണ്, പക്ഷേ സ്ട്രൈക്ക് നല്ല രീതിയിലുണ്ട്. വന്ന ഉടനെ തന്നെ സ്ട്രൈക്ക് ഉണ്ട്. അത് ചെറിയ മീനായതുകൊണ്ട് കിട്ടുന്നില്ല. കൃപേഷൻ എന്തോ അടിച്ചിട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് വലിക്കുന്നത്. ഉണ്ടോ എടാ, അങ്ങനെ വലിക്കില്ലേ? എടാ അതെ, നമ്മുടെ കൃപേഷിന് സ്ട്രൈക്ക് കിട്ടിയത് ഇത് കണ്ടോ. നോക്ക് വച്ചാ പറയാ, ഇത് കണ്ടോ, സൂപ്പർ സാധനം, സൂപ്പർ സാധനം. ഇത് കൃപേഷിന്റെ മുഖത്തെ ആ സന്തോഷം കണ്ടോ, കണ്ടോ.
അയ്യോ ഇതേ കറക്റ്റ്. നല്ല ഹുക്കായിരുന്നു. നല്ല ഹുക്ക്. സൂപ്പർ സാരം. ഇതിന്റെ പേരറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്തേക്കണേ. യൂട്യൂബ് ചാനലാണ്. ഈ സന്ധ്യ ആകുമ്പോഴാണ് ഇവിടെ കൂടുതൽ മീൻ വരുന്നെന്ന് തോന്നുന്നു. നല്ല സ്ട്രൈക്ക് ഉണ്ട് ഇപ്പോൾ. നല്ല രീതിയിൽ നല്ല സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രൈക്ക്. പോകാനേ തോന്നില്ല. ഇടയ്ക്കുന്ന മീൻ കണ്ടോ. 4 പേരാണ് വന്നിരിക്കുന്നത്. ഞാൻ, ബിനു, അനീഷ്, കൃപേഷ്. അപ്പോൾ ഞാൻ എറിഞ്ഞിട്ട് ആദ്യം ഒന്ന് സ്ട്രൈക്ക് കിട്ടിയായിരുന്നു. അത് ഫൗൾ കോക്കായിരുന്നു. പക്ഷേ കൃപേഷ് എറിഞ്ഞ് നല്ലോണം സ്ട്രൈക്ക് കിട്ടി. അത് ഇപ്പോൾ അതുകൊണ്ട് ബിനുവിന് എറിയണം, അനീഷിന് എറിയണം. എല്ലാവരും ഭയങ്കര ഇതാണ്. അപ്പോൾ അടുത്തത് നമ്മൾ ചൂണ്ട കൈമാറിയിരിക്കുകയാണ്. ബിനുവിൻ്റെ കയ്യിലോട്ട് ചൂണ്ട കൈമാറിയിരിക്കുകയാണ്. അപ്പോൾ ബിനു അടുത്ത് കാസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അടുത്ത് നമ്മൾ അനീഷിന് കാസ്റ്റിംഗ് കൊടുത്തായിരുന്നു. അനീഷിൻ്റെ ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ മീൻ അടിച്ചിരിക്കുകയാണ്. ഫസ്റ്റ് കാസ്റ്റിങ്ങിൽ തന്നെ മീൻ അടിച്ചത്. മീൻ അടുത്ത് വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യ്. കാണിച്ചു തരാം. പതുക്കല്ലേ കാണിച്ചു തരാം. ആ പോട്ടെ ദേ വരുന്നു കണ്ട. അനീഷിന്റെ ഫസ്റ്റ് കാസ്റ്റിംഗിൽ അവന്റെ മോഹൻ നോക്ക്, എന്ത് ഹാപ്പിയാന്ന് നോക്ക്. ഇല്ല, അവൻ ഒന്നേ ഉള്ളു ഫസ്റ്റ് തന്നെ അവൻ ഇതായി. ഇതിവിടെ ഇപ്പൊ മത്സരമാണ്, ഭയങ്കര മത്സരമാണ് കേട്ടോ. ഭയങ്കര മത്സരം. ഒരു ചൂണ്ട ഉള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാരും ഭയങ്കര വാശിക്ക് ഞാനിടാന്ന് പറഞ്ഞോണ്ടിരിക്കുക. അടുത്ത അനീഷിന്റെ വീണ്ടും കാസ്റ്റിങ്ങിൽ വേണ്ടി ബൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടുപേരും വാശിയോടെ ബൈറ്റ് ഇടുക. വിനും കൃപേഷും കൂടെ വാശിക്ക് ബൈറ്റ് ഇടുക. ഇപ്പൊ അങ്ങനായോ? 2 ഇട്ടിടും. ബൈറ്റ് ഇടുന്ന രീതി ഇതുണ്ട്. നമ്മൾ ചെമ്മീനാണ് കേട്ടോ ഇതിൽ ബൈറ്റായിട്ട് ഇടുന്നത്. ചെമ്മീൻ, വലിയ ചെമ്മീൻ കട്ട് ചെയ്ത് ഇങ്ങനെ കയറ്റിയിടുക. ഇച്ചിരി ടൈറ്റാക്കുക. കൃപേഷും പിന്നെ കൂടെ ഭയങ്കര ചൂണ്ടയിട്ടില്ല. നോക്കിട്ട് കിട്ടിയ മീൻ നോക്ക് ഗൈസ്. നമ്മൾ ചൂണ്ടയിടുന്നതിൻ്റെ അടുക്ക് ലൊക്കേഷൻ കണ്ടോ? ലൊക്കേഷനിൽ ബോട്ടുകൾ പോകുന്നുണ്ടോ? കണ്ടോ? ഇവിടെ തകൃത മീൻ പിടിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കുള്ള കാഴ്ച ഇത് കണ്ടോ? നല്ലൊരു വൈബാണ് ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. അടിപൊളി വൈബ്. കൃപേഷിന് അടുത്ത മീൻ വരച്ച് കയറ്റിയിരിക്കണം. കണ്ടോ? കൃപേഷ് ചറുപറ മീൻ കയറ്റുവാണ്. കണ്ടോ? കൃപേഷ് വീണ്ടും ഫൗൾ ഹുക്കിൽ അടിച്ചു കയറ്റിയിരിക്കുന്നുണ്ടോ? കണ്ടോ സാധനം? എല്ലാവർക്കും ഈ ടൈപ്പ് മീനാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല മുള്ളുള്ള മീനാണ് കേട്ടോ. ഇത് കണ്ടോ? ഇങ്ങനെ നിറച്ചിട്ടിരിക്കുകയാണ്. ഇതല്ല കണ്ടോ? ആ വലിയ മീനെ ഒന്ന് പിടിച്ച് കാണിച്ചടാ. അനീഷ്, ആ വലിയ മീൻ ഞങ്ങൾ പോയ സമയത്ത് ഇവര് കണ്ടോ? ഇതിന്റെ വലിപ്പം കണ്ട എല്ലാവരും ഭയങ്കര ആവേശമാണ്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മടുപ്പിക്കുന്നില്ല. സ്ട്രൈക്ക് അതുപോലെ ഇടുക സ്ട്രൈക്ക് മടുക്കുന്നില്ല. അതുകൊണ്ട് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങിലാണ് എല്ലാവരും ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വൈബ് തന്നെ. ഇപ്പോൾ സമയം ഇവിടെ ഏകദേശം 6:22. സൂര്യൻ അസ്തമിച്ച് വരിക. അതുകൊണ്ട് എല്ലായിടത്തും മറ്റേ ലൈറ്റും എല്ലാം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ഇതുണ്ടോ? കേട്ടോ? നല്ലൊരു വൈബാണ്. ഗൈസ്, നമ്മൾ രാത്രി ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുകയാണ്. സമയം
7:05 മീൻ സ്ട്രൈക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, രാത്രി കാണാൻ എന്ത് രസമാണെന്ന് നോക്കിയത്. ദുബായ് എന്ന് പറഞ്ഞ ഇതാണ്. കണ്ടോ, ആ ബ്രിഡ്ജിൻ്റെ ഒക്കെ ഭംഗി കണ്ടോ. കണ്ടോ, ബിൽഡിങ് കണ്ടോ. നമ്മൾ ഈ സ്ട്രൈക്ക് ഉള്ളത് കൊണ്ട് നിർത്തിയിട്ട് പോകാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇതിട്ട് മീനുണ്ട് ഗൈസ്. അപ്പം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ചൂണ്ടയിടൽ നല്ലോണം ഇരുട്ടി. വൈൻഡപ്പ് ചെയ്യാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂണ്ട പൊട്ടിപ്പോയി ഉടക്കിയിട്ട്. ഇപ്പം ചൂണ്ടയിടൽ വൈൻഡപ്പ് ചെയ്ത്. മീൻ കിട്ടാത്തതുകൊണ്ടല്ല, മീൻ കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ ചൂണ്ട ഉടക്കി പൊട്ടിപ്പോയി. നമ്മുടെ വേറെ ഹൂക്കൊന്നും ഇല്ലായിരുന്നു, എക്സ്ട്രാ 3 ഹൂക്കേ ഉള്ളായിരുന്നു. അതിൻ്റെ വെയിറ്റ് പോയി. അപ്പോൾ അടുത്ത ദിവസം ഇത് അറിഞ്ഞുകൊണ്ട് ഇനി നമ്മൾ വേറെ ചൂണ്ട മേടിക്കുന്നു, അതുപോലെ സാധനങ്ങളെല്ലാം അതിനനുസരിച്ച് സെറ്റാക്കിയിട്ട് വരാം. അപ്പോൾ അത് ഇപ്പം നിർത്തി ഞങ്ങൾ റൂമിൽ പോവാണ്. മീൻ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. മീൻ ഇതാണ്, ചൂണ്ട പൊട്ടിയത് കൊണ്ട് നിർത്തിയിട്ട് പോകുന്നതാണ്. നല്ല സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. ഇതാണ് ചെറിയ മീനാണ്. ചെറിയ മീനായിട്ട് തോന്നുന്നില്ല, ചെറിയ മീനല്ല ഇത്. കറി വെക്കുന്ന മീൻ. അവിടെ ഈ ടൈപ്പാണ് എല്ലാവരും ഇത് ഫിഷിങ്ങിന് അവിടെ പിടിച്ചോണ്ട് പോകുന്നത്. അത് നമ്മള് ചൂണ്ട പൊട്ടിയത് കൊണ്ട് മാത്രം നിർത്തിയിട്ട് പോകുന്ന, അല്ലെ ഇത് കൂടുതൽ കിട്ടിയാന്. ഇതിപ്പം ഞങ്ങള് റൂമിൽ കൊണ്ടുവന്നിട്ട് വറുക്കാനും, പിന്നെ ഞങ്ങൾ 4 പേരേ ഉള്ളു. അപ്പൊ 4 പേർക്ക് ഒരു വറുക്കാനും ബാക്കി ഒരു കറി പോലെ വെക്കാനും. പിന്നെ നമ്മൾ ചൂണ്ട പൊട്ടിയത് കൊണ്ട് നമ്മൾ ചെമ്മീനായിരുന്നു ബൈറ്റായിട്ട് ഇട്ടിരുന്നത്, അത് മിച്ചം വന്നു. ഇതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്യാന്ന് വെച്ച് വറക്കാൻ വേണ്ടി. ഇതിനകത്ത് 2 ടൈപ്പ് മീനാണ് കിട്ടിയത്. ഈ ഒരു ടൈപ്പ് ഉള്ളത് കറക്റ്റ് 4 എണ്ണം ഉണ്ട്. പിന്നെ ഇത് ഈ 2 വലുതിനെയും കൂടെ എടുക്കുക. ഇതുകൂടെ എടുത്തിട്ട് ഇത് ഇത്രയും വറക്കാൻ വേണ്ടി, ഇത് ഇത്രയും കറി വെക്കാൻ വേണ്ടി. മീൻ വെട്ടാൻ വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, പിന്നെ ഇതൊരു എക്സ്പീരിയൻസ് അല്ല ഇങ്ങനെ വെട്ടി പഠിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇങ്ങനെ വൃത്തിയാക്കാൻ പോവുകയാണ്. കപ്പയ്ക്ക് ഇച്ചിരി മൂർച്ചോറുണ്ട്. കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇങ്ങനെയാണ് വെട്ടിയെടുക്കുന്നത്. നമുക്ക് അത്ര എക്സ്പോർട്ട് ഇല്ല, ഒരെണ്ണം വെട്ടിയെടുക്കാനായിട്ട് സമയമെടുത്തു. ഇതുപോലെ എല്ലാ മീനും ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വെട്ടി ക്ലീൻ ആക്കി ഇത്ര വറുക്കാൻ വേണ്ടി സെറ്റാക്കുന്നു. അതൊരു കറി പോലെ, ചെറിയൊരു കറി പോലെ. ദോശ ഇടുന്നുണ്ട്, ദോശയ്ക്കൊരു കറി മീൻ വറുക്കാൻ വേണ്ടിയാണ്. മീൻ വറുക്കാൻ വേണ്ടി ഇച്ചിരി കുരുമുളക് പൊടിച്ചെടുക്കുക. നാടൻ കുരുമുളക്. കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിക്കാൻ വേണ്ടി അത് നാടൻ കുരുമുളക് ഇട്ട് പൊടിച്ചെടുക്കുക. മസാല ഇടാണ്, ഇത് വറുക്കാനുള്ള മസാല. ഇത് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ലൈറ്റ് മസാല നമ്മുടെ പൊടി. ഇച്ചിരി ഇത് കളർ മുളക് പൊടി, അതുകൊണ്ട് നമുക്ക് ഇച്ചിരി പൊടി ഇടാം. കാശ്മീരി മുളക് പൊടി. വേണമെന്നില്ലേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. വെളുത്തുള്ളി. പിന്നെ നമ്മളിപ്പം പൊടിച്ച നാടൻ കുരുമുളക്. ഇത്ര ഉള്ളു മസാല. പിന്നെ നമ്മുടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് നാരങ്ങ ഉണ്ടോ? നാരങ്ങ ഇല്ല, നമ്മുടെ നാരങ്ങ ഉണ്ടായിരുന്നു. നാരങ്ങ സെറ്റാക്കാൻ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് നിറച്ചു കൊടുക്കണം. നമ്മൾ മസാല വരട്ടി ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ
സെറ്റാകും. ഈ സമയം നമ്മുടെ കൃപേഷ് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദോശ ഒരു നേരമായിട്ട് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. വറുത്ത് അതുപോലെ തന്നെ ദോശ ഉണ്ടാക്കി മീൻകറി വെച്ചു. പക്ഷെ ഇതിന്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇപ്പം തന്നെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.